നമസ്കാരം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശന കാലത്തെ വീഡിയോയിൽ ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരനും വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്രചാരണത്തിന് വേണ്ടി ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ വേളയിലാണ് ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമുള്ള വീഡിയോ ചിത്രീകരിച്ചത്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി. മുരളീധരനുമായി സംസാരിച്ച് വ്ലോഗും തയ്യാറാക്കി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത്. 2023 ഏപ്രിൽ 25-നാണ് ഇവർ കാസർഗോഡ് എത്തിയതെന്നാണ് വിവരം. നേരത്തെ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. ടൂറിസം വകുപ്പ് സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ടായിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തതെന്നാണ് വ്യക്തമാകുന്നത്. യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് സർക്കാർ ക്ഷണിച്ചു കൊണ്ടുവന്ന സംഭവം ദേശീയതലത്തിൽ ബി.ജെ.പി. ചർച്ചയാക്കിയ വേളയിലാണ് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ജ്യോതി ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പാണ് ക്ഷണിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചെങ്കിലും ബി.ജെ.പി. ആരോപണം കടുപ്പിക്കുകയായിരുന്നു. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പുറത്താക്കണമെന്ന് പോലും നേരത്തെ ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ സംഭവത്തിൽ ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രനാണ് സംസ്ഥാന സർക്കാരിനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ചിരുന്നത്. പിന്നീട് വിഷയം ബി.ജെ.പി. ദേശീയ വക്താവ് അടക്കം ഏറ്റെടുക്കുകയും സംസ്ഥാന സർക്കാരിനും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രി വി. മുരളീധരനൊപ്പം പങ്കെടുത്തിരുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പുതിയ വീഡിയോ പുറത്തു വന്നതോടെ ബി.ജെ.പി. നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ്. ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ മെയ് 16-നാണ് അറസ്റ്റിലായത്. പഹൽഗാം ഭീകരാക്രമണ സമയത്തടക്കം പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. അതിനു മുൻപ് ജ്യോതി പലതവണ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ച് നിരവധി വീഡിയോകളും യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവരെ ടൂറിസം പ്രചാരത്തിന് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ചതെന്നായിരുന്നു സർക്കാർ നിലപാട്. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ അനാവശ്യമായി ചിത്രീകരണമാണ് നടക്കുന്നതെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അവർ വരുന്ന സമയത്ത് കുഴപ്പമുള്ള ആളാണെന്ന് സർക്കാരിനോ ഏജൻസിക്കോ അറിയില്ല. അവർ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ചിത്രീകരിക്കുകയാണ്. ഇത് ടൂറിസം മേഖലയെ ബാധിക്കുന്ന വിഷയമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം വിവാദം കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ കേരളം ഒരു കുഴപ്പം പിടിച്ച സംസ്ഥാനമാണെന്ന് ധരിക്കാൻ ഇടയാക്കും. ബി.ജെ.പിയിലെ നേതാക്കൾ ജ്യോതി മൽഹോത്രയുടെ സന്ദർശനം സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് യൂട്യൂബറായിരുന്ന ജ്യോതി മൽഹോത്രയും കേരളത്തിലെത്തിയത്. ജ്യോതി മൽഹോത്രയടക്കം 41 വ്ളോഗർമാരാണ് ടൂറിസം വകുപ്പിന്റെ പ്രചാരകരുടെ പട്ടികയിലുണ്ടായിരുന്നത്. ഈ പ്രചാരണ പരിപാടികൾക്കായി ആകെ 75 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിലാണ് ജ്യോതി മൽഹോത്ര അറസ്റ്റിലാകുന്നത്. പാക് ചാര സംഘടനയായ ISIലെ ഉദ്യോഗസ്ഥരുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. നിലവിൽ ഹരിയാനയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ജ്യോതി മൽഹോത്ര. കഴിഞ്ഞ ദിവസം ഇവരുടെ കസ്റ്റഡി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശന കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തും. ഇത്തരത്തിൽ ഉൾപ്പെടുന്ന ആളുകളെക്കുറിച്ച് മുൻകൂട്ടി പരിശോധന നടത്തിയിട്ടുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് ഇവർ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. 2023 മുതൽ ജ്യോതിക്ക് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽ ജ്യോതിയെ ഉൾപ്പെടുത്തിയത് സാധാരണ നടപടിക്രമം മാത്രമാണെന്നാണ് ടൂറിസം വകുപ്പിന്റെ വാദം. ടൂറിസം വകുപ്പ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്ര ഉൾപ്പെടുകയായിരുന്നു. ഭക്ഷണവും യാത്രയും ഉൾപ്പെടെ ചെലവുകൾ വഹിച്ചതും സംസ്ഥാന സർക്കാരായിരുന്നു.